Locate a relative minima, maxima and saddle points of the function f of xy equal to 3x square minus 2xy plus y square minus 8y. Relative minima, maxima, saddle points ഇവയുണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യണമെന്നാണ് അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു. അതിനെന്താണ് ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. ക്രിട്ടിക്കൽ പോയിന്റ് പറഞ്ഞാൽ the point at which fx equal to 0 and fy equal to 0. അതിനുശേഷം ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. റിലേറ്റീവ് മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയിന്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ആദ്യം എന്ത് വേണം? ക്രിട്ടിക്കൽ പോയിന്റ് വേണം. ക്രിട്ടിക്കൽ പോയിന്റ് കാണുന്നത് fx equal to 0 and fy equal to 0 സോൾവ് ചെയ്തിട്ടാണ്. അതെന്ത് കാണാം? Here f equal to 3x square minus 2xy plus y square minus 8y. അപ്പോൾ fx എന്ത് വരും? fx എന്ന് പറയുന്നത് അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 3x സ്ക്വയറിൻ്റെത് 6x മൈനസ് 2xy വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ഉണ്ട് മൈനസ് 2y ആൻഡ് പ്ലസ് y സ്ക്വയർ ദറ്റ് ഈസ് 0 വിത്ത് റെസ്പെക്ട് ടു y ആണ് മൈനസ് 8y അതും 0 വരും. ഇനി fy ഈസ് 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2xyയുടെ ഡെറിവേറ്റീവ് എന്ത് വരും വിത്ത് റെസ്പെക്ട് ടു y മൈനസ് 2x വരും. വൈയുടേത് 1 വരും മൈനസ് 2x പ്ലസ് y സ്ക്വയറിൻ്റെത് പ്ലസ് 2y മൈനസ് 8yയുടേത് മൈനസ് 8. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാൻ എന്താ വേണ്ടത്? പുട്ട് fx ഈക്വൽ ടു 0 ആൻഡ് fy ഈക്വൽ ടു 0. ആ രണ്ട് കണ്ടീഷനും ഹോൾഡ് ചെയ്യണം. fx ഈക്വൽ ടു 0 മീൻസ് 6x minus 2y equal to 0. That is 6x minus 2y equal to 0 means 2y equal to 6x or y equal to 3x. അതാണ് ഒരു കണ്ടീഷൻ. അതായത് fx equal to 0 കൊടുത്തപ്പോൾ കിട്ടിയ കണ്ടീഷൻ ഇതാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് fy equal to 0, that means minus 2x plus 2y minus 8 equal to 0. That means നമുക്ക് ഫസ്റ്റ് കിട്ടിയ റിലേഷൻ എന്താ? y ഈക്വൽ ടു 3x ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? മൈനസ് 2x പ്ലസ് 2y സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3x പ്ലസ് മൈനസ് 8 ഈക്വൽ ടു 0. ഇങ്ങനെ ചെയ്യുന്നത് ഒരു മൈനസ് 2x പ്ലസ് 6x മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ദാറ്റ് ഈസ് 4x equal to 8 or x equal to 8 by 4, that is 2. x 2 ആണ്. fy equal to 0 എന്ന് സോൾവ് ചെയ്തപ്പോൾ x equal to 2 നോക്കി. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ xy അല്ലേ. when x equal to 2, what is y? when x equal to 2, y equal to എന്ത് വരും? by equation 1 we have y equal to 3x. therefore when x equal to 2, y equal to 3 into 2, that is 3x is 3 into 2, that is 6. When x equal to 2, y equal to 6. Therefore 2, 6 is the critical point. ഇനി ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് വെച്ചിരിക്കണം. ആ ക്രിട്ടിക്കൽ പോയിന്റ് റിലേറ്റീവ് മിനിമാണോ മാക്സിമാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ. ഓക്കെ, കുറേ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ടേബിൾ ഫോമിലാക്കി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? 2, 6 ആണ്. ഇനി what is fxx? fxx is derivative of fx with respect to x. 6x minus 2y ആണ് fx. 6x minus 2y അതിനെ with respect to x വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 6 കിട്ടും. നെക്സ്റ്റ് fyy. fyy is derivative of fy with respect to y. അപ്പോൾ ഇത് വരും with respect to y ആകുമ്പോൾ that is 2 വരും. മൈനസ് 2x ഉള്ളത് 0 ആൻഡ് 2y-യുടേത് 2 മൈനസ് 8 0. ആൻഡ് ലാസ്റ്റ് വൺ fxy. fxy means or fxy or fyx both are same. fxy is dou by dou y of fx. fx എന്ന് പറഞ്ഞാൽ 6x minus 2y ആണ്. അതിനെ with respect to y ചെയ്താൽ എന്ത് വരും? മൈനസ് 2 വരും. അതുപോലെ ലാസ്റ്റ് വൺ d. d is fxx into fyy minus fxy square.
അപ്പോൾ അറ്റ് ദ പോയിന്റ് 2, 6 ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ആക്ച്വലി എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എഫ് വൈ വൈയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഏത് പോയിന്റ് ആയാലും സെയിം തന്നെ. അപ്പോൾ അറ്റ് 2, 6 എഫ് എക്സ് എക്സ് 6 വരും, എഫ് വൈ വൈ 2 വരും, എഫ് എക്സ് വൈ -2 വരും. ഇനി ഡി എന്ത് വരും? എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ. എഫ് എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2 സ്ക്വയർ, ദാറ്റ് ഈസ് 12 minus 4, which is 8. 8 means greater than 0. നമ്മൾ ഈ ഡിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. റിലേറ്റീവ് മിനിമം ആണോ മാക്സിമം ആണോ. ഡി ലെസ് ദാൻ 0 ആണെങ്കിൽ അത് സാഡിൽ പോയിന്റ്. ഇനി ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ നോ കൺക്ലൂഷൻ ക്യാൻ ബി മെയ്ഡ്. ഇനി ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ രണ്ട് കേസ് വരുന്നുണ്ട്. d greater than 0 plus fxx greater than 0 and d greater than 0 and fxx less than 0. ഈ കേസിലെ പോയിന്റിനെ പറയുന്നത് റിലേറ്റീവ് മിനിമം. അതായത് d greater than 0 ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ഓർ മാക്സിമം ഉണ്ടാവും. പ്ലസ് fxx greater than 0 ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്. fxx less than 0 ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം ആണ്. അതേ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ എന്താണ്? d equal to 8 ആണ്, which is clearly greater than 0. Greater than 0 ആണ് നമുക്ക് ഒരു കൺക്ലൂഷൻ ഡയറക്റ്റ് പറയാൻ പറ്റില്ല. We have to check the value of fxx. Here fxx equal to 6, which is d is greater than 0 and fxx is 6, which is again greater than 0. Therefore the point 2, 6 fxx greater than 0 ആയതുകൊണ്ട് എന്താണ്? That is minimum. 2, 6 is relative minimum. Okay. അതേപോലെ ഒരു പ്രോബ്ലം. ലൊക്കേറ്റ് റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ദിസ് വൺ. ഓരോന്നായി ചെയ്യാം. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഫസ്റ്റ് എഫ് എക്സ് ആണ്. വട്ട് ഈസ് എഫ് എക്സ്? എഫ് എക്സ് ഈസ് 3x square minus 3 and fy with respect to y ആകുമ്പോൾ 3y square minus 12. fxy fyi. ഇനി എന്താ കണ്ടേ? അതിന്റെ സാഡിൽ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ. സാഡിൽ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? put fx equal to 0 and fy equal to 0. രണ്ടും അറ്റ് എ ടൈം വരുമ്പോഴാണ് എന്ത് വരുന്നത്? സാഡിൽ പോയിന്റ് സാഡിൽ പോയിന്റ് അല്ല, ക്രിട്ടിക്കൽ പോയിന്റ്സ് വരുന്നത്. Critical point is the point at which fx equal to 0 and fy equal to 0. അങ്ങനെ ഒരു പോയിന്റ് ആണ് സാഡിൽ പോയിന്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും? fx equal to 0 എന്ന് കൊടുത്താൽ എന്താ വരിക? 3x square minus 3 equal to 0. 3x square minus 3 equal to 0. That means 3x square equal to 3 or x square equal to 1. X square equal to 1 means x equal to plus or minus 1. ഇതാണ് ഫസ്റ്റ് fx equal to 0 കൊടുത്താൽ കിട്ടുന്നത്. നെക്സ്റ്റ് fy equal to 0 means 3y square minus 12 equal to 0. 3y square minus 12 equal to 0 means 3y square equal to 12 or y square equal to 12 by 3, that is y square equal to 4. Y square equal to 4 means y equal to plus or minus 2. That is, from the relation fx equal to 0 we get x equal to plus or minus 1 and y equal to plus or minus 2. Critical point is the point at which fx equal to 0 and fy equal to 0. That is, critical point is the point at which x equal to plus or minus 1 and y equal to plus or minus 2. അങ്ങനെ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന പോയിന്റ് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള എത്ര പോസിബിലിറ്റീസ് വരും? ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെ വരും? എക്സ് പ്ലസ് 1 വരാം, വൈ 2 വരാം. എക്സ് പ്ലസ് 1 വരാം, വൈ മൈനസ് 2 വരാം. ഇനി അടുത്ത കേസ് എക്സ് മൈനസ് 1 വരാം, അപ്പോൾ വൈ 2, എക്സ് മൈനസ് 1, വൈ മൈനസ് 2. ഇങ്ങനെയുള്ള 4 പോയിന്റ്സ് വരും. നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്തു? ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം? fxx. What is fxx? 3x square minus 3 യുടെ ഡെറിവേറ്റീവ് 6x
and fyy എന്ന് പറഞ്ഞാൽ 3y square minus 12 ന്റെ derivative with respect to y, that is 6y again, and fxy is derivative of fx with respect to y. With respect to y ആകുമ്പോൾ fxy equal to 0 വരും. നോക്കിയാൽ മതി, ഈസി ആയി ചെയ്യാൻ പറ്റും. And finally d equal to fxx into fyy minus fxy square. 4 points വരുന്നുണ്ട്. x equal to 4 points വരാനുള്ള കാരണം മനസ്സിലാക്കണം. x equal to plus or minus 1, that is either x equal to minus 1 or x equal to plus 1 ആണ് വരിക. അല്ലെങ്കിൽ ഇനി സെക്കൻഡ് കണ്ടീഷനിൽ വരുന്ന either y equal to 2 or y equal to minus 2. അത് രണ്ടും ഹോൾഡ് ചെയ്യണം. fx equal to 0 and fy equal to 0. അത് രണ്ടും ഹോൾഡ് ചെയ്യണമെങ്കിൽ പോയിന്റ്സ് ഇതൊക്കെ ആയിരിക്കണം. ഇനി പോയിന്റ്സ് ഏതൊക്കെയാണ്? 1 2 വന്നാൽ എന്ത് വരും? fxx 6x ആണ്. 1 2 x വാല്യൂ 1 ആണ്. അപ്പോൾ 6 into 1 is 6. ഇനി fyy 6 into y. 1 2 y equal to 2 ആണ്. therefore 6 into 2 12. fxy is 0 for any value of x and y. Therefore it is 0 in the case of 1 2. And d equal to 12 into 6 minus 0 square, that is 72. Next point, 1 minus 2. 1 minus 2 means 6x. In the point 1 minus 2, x is 1. Therefore 6 into 1 is again 6. fy is 6. fyy is 6y. That is 6 into minus 2 minus 12. This one 0 minus 72. Values calculate here. And next point, minus 1 2. Minus 1 2, minus 6 varum, 12 again 0 minus 72, and minus 1 minus 2, this is minus 6 minus 12 0 72. Then നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? d യുടെ വാല്യൂ ആണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. d less than 0 ആണ് ഈ കേസിലും ഈ കേസിലും. d less than 0 ആണെങ്കിൽ it is clear that the point is saddle point. Therefore 1 minus 2 minus 1 2. These 2 points are saddle points. Saddle points means the point at which no minimum or no maximum. Minimum no extremum എന്ന് പറയും. Minimum maximum അല്ലാത്തൊരു പോയിന്റ് ആണ് saddle point. ഇനി at 1 2 എന്ന് പറയുന്ന പോയിന്റിൽ എന്താ? d greater than 0 ആണ്. d greater than 0 ആണ് നമ്മൾ we have to check the value of fxx. In this case fxx is 6, which is greater than 0. fxx greater than 0 means that is relative minimum. Therefore 1 2 is relative, the point with relative minimum or minimal point, relative minimal point ആണ്. Next വരുന്നത് minus 1 minus 2. അവിടെയും d greater than 0 ആണ്. But fxx is minus 6, which is less than 0. That means that point is relative maximum. Relative maximum point is minus 1 minus 2. അതും ക്ലിയർ ആയെന്ന് വിചാരിക്കും. ആകെ ശ്രദ്ധിക്കാനുള്ളത് ഈ പോയിന്റ്സ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രം. ഓക്കെ.